എന്നെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൽ ഒന്ന് ടച്ച് ചെയ്യുക, ബിലോ കമൻറ്റ്. എനിക്ക് അറിയാം നിങ്ങളെല്ലാവരും പാർട്ട് 2 വെയിറ്റിംഗാണ്. വീട്ടിലേക്കുള്ള വരിയില്ല, പാർട്ട് 2 പറയാനാണ് ഞാനിപ്പോൾ വന്നത്. പാർട്ട് 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പാർട്ട് 2 പോകാം. പാർട്ട് 2 ദുബായിൽ നിന്ന് ഉമർ തിരിച്ച് വീട്ടിലെത്തി. ഭാര്യ ഗർഭിണിയായിരുന്നു. അവർ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. പിന്നെ പെങ്ങളുട്ടി ഖദീജയെ എപ്പോഴും അങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ആയിട്ടുള്ള ജീവിതമായിരുന്നു. പിന്നെ ഉമ്മ ഇല്ലെങ്കിലും സ്വന്തം ഭാര്യയെ ഉമ്മയ്ക്ക് ശേഷം, ഉമ്മയുടെ സ്നേഹത്തിന് ശേഷം, ഉമ്മയുടെ ഓർമ്മയ്ക്ക് ശേഷം സ്വന്തം ഭാര്യയെ ഉമ്മയെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരേ ഒരാളായിരുന്നു ഉമ്മർ. ആയിഷയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു ഉമ്മറിൻ്റെ അടുത്ത്. അവർ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു. ആര് കണ്ടാലും ഒന്ന് അസൂയപ്പെടുന്ന ഒരു സ്നേഹമായിരുന്നു, ഒരു പ്രണയമായിരുന്നു ഒരു ആയിഷയുടെ ഉമ്മറിൻ്റെ. ആയിഷ അറിഞ്ഞില്ല ഉമ്മറിന് ഒരു തീരാ രോഗമുണ്ട്. പിന്നീട് എങ്ങനെയോ ആയിഷ അതറിഞ്ഞു. ആയിഷ ഉമ്മറിൻ്റെ അടുത്ത് അതൊന്നും സംസാരിച്ചില്ല. ഉമ്മറും ആയിഷേൻ്റെ അടുത്ത് സംസാരിച്ചില്ല. പക്ഷേ ഉമ്മറിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു രോഗമുള്ളത് ആയിഷ അറിയരുതെന്ന്. ആയിഷ അറിയാതെ ഉമ്മർ ആ രോഗത്തെ കൊണ്ട് നടന്നു. ആ രോഗത്തിൻ്റെ പേരാണ്, ഉമ്മറിനുള്ള പേരാണ്, ഉമ്മറിൻ്റെ രോഗത്തിൻ്റെ പേരാണ് ബ്ലഡ് ക്യാൻസർ. അങ്ങനെ എനിക്ക് ഒരു സമയത്ത് ആയിഷയ്ക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ ഇത് ആരത്തും പറഞ്ഞില്ല. ഉമ്മറിൻ്റെ അത്രയും ജീവനായ പെങ്ങൾ കുട്ടിയെടുത്തും ഉമ്മറിൻ്റെ ആൻറ്റി അമ്മയെടുത്തും അല്ലെങ്കിൽ ചേച്ചി അമ്മയെടുത്തും ഇതൊന്നും പറഞ്ഞില്ല. ഉമ്മർ വളരെ രഹസ്യമായിട്ട് കൊണ്ട് നടന്നു. അവസാനം ഇത് ആയിഷ എങ്ങനെയോ കണ്ടുപിടിച്ചു. ഉമ്മർ എന്നിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം ഉമ്മറിന് കുറച്ച് മടിയായിരുന്നു. അപ്പോൾ ഉമ്മർ മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചു, ഇനി എങ്ങാണ് ഈ കാര്യം ആയിഷ എങ്ങാണ് അറിഞ്ഞ് കാണും. അവന് വല്ലാത്തൊരു ടെൻഷനും പേടി. അങ്ങനെ ഇരിക്കെ, ഞാൻ നിൻ്റെ അടുത്തൊരു സത്യം പറയാം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, നീ ഇതാരത്തും പറയരുത്, ഖദീജ അടുത്ത് പോലും പറയരുത് എന്ന് പറഞ്ഞ് ആയിഷയുടെ അടുത്ത് ഈ സത്യം പറഞ്ഞു. ആയിഷ മനസ്സൊന്ന് പെടച്ചെങ്കിലും പിന്നെ ആയിഷ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് എനിക്കറിയാം, പക്ഷേ ഇത് ഞാൻ ആർക്കും പറയത്തില്ല. എൻ്റെ ഇക്കാൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കും അറിയാം, എൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ ഉമ്മറിക്കാക്കും അറിയാം. അവരെ ഉറങ്ങുമ്പോഴും തലയിൽ കൂടെ തലോടിയും വാത്സല്യം സ്നേഹം കൊടുത്തും ഉമ്മറിനെ നോക്കി. അങ്ങനെ എനിക്ക് ഒരു സമയത്ത് ഇത് ഖദീജ എന്ന പെൺകുട്ടി അറിഞ്ഞു. അവൾക്കിത് താങ്ങാൻ പറ്റിയില്ല. അവൻ ഓടി വന്നു, ഉമ്മറേ നിനക്ക് എന്താ പറ്റി ഉമ്മറേ, എൻ്റെ ഉമ്മർ ഇങ്ങനെ അല്ലല്ലോ. ആയിഷയ്ക്ക് തീരാ വേദനയായിരുന്നത്. ആയിഷയ്ക്ക് മാത്രമല്ല, ഖദീജ ആയിഷയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ബ്ലഡ് ക്യാൻസർ ഉമ്മറിനുണ്ടായിരുന്നു. അതോ എന്തോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അത് മാറി. ഉമ്മർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാലും ഉമ്മറിൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഈ ബ്ലഡ് ക്യാൻസർ ഇങ്ങനെ മാറിയെങ്കിലും ഇനി ഇത് തിരിച്ചു വന്നുകൂടാനുണ്ടോ. ഉമ്മർ ആയിഷയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കണ്ണീരറ്റ വേദനയോടെ, മനസ്സ് മുറിഞ്ഞ വേദനയോടെ അവർ രണ്ടു സ്നേഹം പങ്കിട്ടു. ഖദീജ അവരുടെ വീട്ടിൽ 2-3 ദിവസവും അറിഞ്ഞു. ഉമ്മറും അറിഞ്ഞു. ഉമ്മർ ഇതറിഞ്ഞത് ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ്. ഉമ്മറിൻ്റെ ഫ്രണ്ടായ അബ്ദുള്ള ഇതറിഞ്ഞത്. ഉമ്മറിന് സംഭവം അറിയായിരുന്നു, പക്ഷെ അബ്ദുള്ള ഇതറിഞ്ഞ ഏറ്റവും അവസാനമാണ്. അബ്ദുള്ള ഉമ്മറിനെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ കാണാത്ത കാഴ്ചകളെല്ലാം അവന് കാണിച്ചു കൊടുത്തു. ഉമ്മർ ദൈവം എത്ര വലിയവനാണെന്നാണ് ഉമ്മർ പറഞ്ഞത്. അബ്ദുള്ള പറഞ്ഞത് അത് ശരിയാണ്. അത്ര കരുണാനിധിയും കാരുണ്യവാനുമാണ് അള്ളാഹ്.
നിനക്ക് ഇനിയും ജീവിക്കാൻ ആയുസ്സുണ്ടാ ഉമ്മറെ, അബ്ദുള്ള പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഉമ്മറിന് ഒരു കൊച്ചു മോൻ ജനിച്ചു. ഹംസ എന്നാണ് അവൻ്റെ പേര്. വീട്ടിൽ വിളിക്കുന്ന പേര്, ആ കുഞ്ഞിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഹംസ പുറത്ത് വീട്ടിൽ വിളിക്കുന്ന പേര് മുഹമ്മദ്. ഉമ്മറിൻ്റെ കുഞ്ഞും സന്തോഷകരമായിട്ട് ആ വീട്ടിൽ താമസിച്ചു. ഖദീജയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേര് ഫാത്തിമ എന്നായിരുന്നു. അവരെല്ലാവരും ഒന്ന് ചേർന്നു ഹാപ്പിയായിട്ട് ജീവിച്ചു. അങ്ങനെ ഉമർ ആ ജീവിതം ഒരുപാട് ആസ്വദിച്ചു, സന്തോഷിച്ചു. എന്നാലും ഉമറിൻ്റെ മനസ്സിൽ ഇടയ്ക്കിടെ ഈ ഒരു ചിന്ത വരാറുണ്ട്, എനിക്കെന്തെങ്കിലും പറ്റി എൻ്റെ മോൾക്കാരുണ്ട്, അല്ലെങ്കിൽ മോനാരുണ്ട്. ഖദീജ മോളായാലും ഉമറിൻ്റെ മോനായാലും ഈ മക്കളെ ഉമർ കണ്ടിരുന്ന സ്വന്തം മക്കളായിട്ടാണ്. അത്ര സ്നേഹത്തിലായിരുന്നു. എൻ്റെ ഈ മനോഹരമായിട്ട് ഉള്ള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ ബിലോ കമൻറ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് ദുബായി പോയി സുഖമായിട്ട് ജീവിച്ചു. ആയിഷയ്ക്ക് സുഖപ്രസവമായിരുന്നു. അപ്പം എൻ്റെ ഈ കൊച്ചു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബിലോ കമൻറ്റ്.